ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. സൺസ്ക്രീൻ വേണം എന്നുള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. SPF 50 ആണ് കേട്ടോ നമ്മൾ ഇന്ന് മേക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ സൺസ്ക്രീനിന്റെ ബേസ് ആണ് കേട്ടോ അത് ഈ കാണുന്നത്. ഇത് SPF 50 ആണ് നമ്മുടെ ബേസ് വരുന്നത് കേട്ടോ സൺസ്ക്രീനിന്റെ. അപ്പൊ നമുക്ക് ഈ ബേസ് വെച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്ക പേരും. യൂസ് ചെയ്യാത്തവർ വളരെ കുറച്ചായിരിക്കും. നമ്മൾ എന്തായാലും സൺസ്ക്രീന് ഇട്ടതിന് ശേഷം വേണം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ നമുക്ക് എന്നുള്ള ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പുറത്തുനിന്ന് നമുക്കൊരു SPF 50 സൺസ്ക്രീൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കിറ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സൺസ്ക്രീൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ സൺസ്ക്രീനിന്റെ ബേസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആൽമണ്ട് ഓയിൽ വേണം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ട്രാക്ട് വേണം. നല്ല എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് നല്ലത് മീൻസ് എല്ലാം നല്ല എക്സ്ട്രാക്റ്റുകളാണ്. കുറച്ച് നമുക്ക് ലിക്വറൈസ്, ടീ ട്രീ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വാട്ടർമെലൺ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റമിൻ ഓയിൽ വേണം. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം. ഇത്ര ഐറ്റംസ് മതി നമ്മുടെ സൺസ്ക്രീൻ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ബേസിൽ നമുക്ക് സൺ പ്രൊട്ടക്റ്റിംഗ് ആക്റ്റീവ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സൺസ്ക്രീനിന്റെ ബേസ് നമുക്ക് വെയിറ്റ് മെഷീനിൽ വെച്ച് കൊടുക്കാം. ടയർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ എക്സ്ട്രാക്റ്റ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 0.5 ml ആണ്. ഞാനിവിടെ സൺസ്ക്രീനിന്റെ ബേസ് എടുത്തിട്ടുള്ളത് 100 gram ആണ് കേട്ടോ ബേസ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 0.5 ml നമുക്ക് ഇതിലേക്കുള്ള എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മള് എക്സ്ട്രാക്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 0.5 ml ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി നമുക്കൊരു 0.5 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് 0.5 ml തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 ml ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ml ആണ് കേട്ടോ. 1 ml ആൽമണ്ട് ഓയിൽ, 1 ml നമ്മൾ ആൽമണ്ട് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇയുടെ ഓയിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 5 ഡ്രോപ്പ് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ്, ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് കൊടുത്താൽ മതി കേട്ടോ. 5 ഡ്രോപ്പ്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നല്ലപോലെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാമേ. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ 100 gram ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനനുസരിച്ച് നിങ്ങൾ ബേസിന്റെ വെയിറ്റ് കൂട്ടുമ്പോൾ ഇതിൽ ആഡ് ചെയ്ത ഐറ്റംസിന്റെ വെയിറ്റും നിങ്ങൾ നോക്കി ചെയ്യണം. ഇത് 100 gram ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ സൺസ്ക്രീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം. 50 ഗ്രാമിന്റെ 2 ബോട്ടിലേക്കാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ബോട്ടിൽ ഫില്ല് ചെയ്യാം. നമുക്ക് കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പൊ 44 ആയിട്ടുണ്ട്. ഇപ്പം 50 ഗ്രാം ഒരെണ്ണത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിലൂടെ 50 ഗ്രാം ആക്കി കൊടുക്കാം കേട്ടോ.
വളരെ സിമ്പിളാണ്, നമുക്ക് ഇതിന്റെ മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. വലിയ സ്പാച്ചിലേക്ക് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണത്, ചെറുതാണെങ്കിൽ നല്ല സെറ്റായിട്ട് വന്നേനെ. അപ്പോൾ അതേ അടുത്തതിൽ നമ്മൾ 50 ഗ്രാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സൺസ്ക്രീൻ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബോട്ടിലൂടെ ക്യാപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സൺസ്ക്രീനിൻ്റെ ഈ ലാബിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സെറ്റായി. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ഥലത്തും നമ്മൾ ലാബിലൊക്കെ ഒട്ടിച്ച് നല്ല സുന്ദര കുട്ടന്മാരാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു അടിപൊളി SPF 50 സൺസ്ക്രീൻ ആണ് ഇതേ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കിറ്റോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല നല്ല സൂപ്പർ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.